സാധനം ഓ യാ മോനെ ഓ ഹോ ഹോ. ഹലോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അവർ ഹാപ്പി ഫേസ്. യെസ്, അവർ ഹാപ്പി ഫേസ് ഇന്നുള്ളത് നല്ല ഹോണടി. അപ്പോൾ കട മനസ്സിലായോ? ഒന്നുമില്ല, നല്ല സൂപ്പർ നല്ലി മദ്ഹൂത്ത്. ഒന്നുമില്ല, കുക്കർ മന്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? ആ ഒരു കുക്കർ മന്തി ഒരു വെറൈറ്റി ടൈപ്പിൽ പോത്തിൻ്റെ കാലിട്ടിട്ട്, അപ്പോൾ ഒരു മജയൊക്കെ ആയിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എത്തിയിരിക്കുന്നു. കിസൈസിലുള്ള മവറീദ് അൽ ജൂദ് എന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, സെർച്ച് ചെയ്താലും കിട്ടും. എന്തായാലും നമുക്കിനി അകത്ത് കയറി ഓർഡർ ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തേക്ക് വന്നത്. കാരണം അത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഓർഡർ ഇട്ടു, നേരെ പുറത്ത് വന്നു. ഇതിൻ്റെ ഒപ്പം ഒരു സൗദി ഷാമ്പെയിനും ഉണ്ട്. സൗദി ഷാമ്പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആപ്പിള്, അങ്ങനെ കുറച്ച് സ്പ്രൈറ്റ്, 7up അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി സാധനം. അപ്പോൾ ഇവർക്ക് കോംബോയും ഉണ്ട്. ഒരു പോർഷൻ 3 ആൾക്ക് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സാധനം വന്നിട്ട് നോക്കാം. ഇതേ നമ്മളിവിടെ എത്തി. ഇതാണ് കടയുടെ എൻട്രൻസ്. നമ്മൾ ആ ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്നു. നേരെ ഇതേ കയറുന്നു. ഈ സ്റ്റെപ്പ് കയറി മേലേക്ക് വരുമ്പോൾ നമുക്ക് സാധനം ഇവിടെയുണ്ട്. ഇതേ മവറീദ് അൽ ജൂദ്. ഇതാണ് നമ്മുടെ കോംബോ വരുന്നത്. കുക്കറുണ്ട്, ജ്യൂസ് ഉണ്ട്, പിന്നെ എന്ത് വേണം. സമ്മർ കോംബോ ഓഫർ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വെറൈറ്റിയാണ്. നമ്മൾ നല്ലി പുലാവ് കഴിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ല് യൂസ് ചെയ്തിട്ടുള്ള പുലാവുണ്ട്. അത് പാകിസ്ഥാനികളുടെ വൺ ഓഫ് ദി ഫേമസ് ഫുഡ്. എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എനിക്കിങ്ങനെ വായിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വരും. അപ്പോൾ അതൊരു സ്വാഭാവികമായിട്ട് നടക്കുന്നത്, ഈ സ്മെല്ലും ഇതിൻ്റെ ഇതൊക്കെ കിട്ടുമ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പാകിസ്ഥാനി ബീഫ് പുലാവ് കഴിച്ചിട്ടുണ്ട്. നല്ലി പുലാവ് ഉണ്ട് അവർക്ക്. അത് വൺ ഓഫ് ദി ഫേമസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് സൂപ്പറാണ്. അതിനേക്കാളും സൂപ്പറാണെന്ന് എല്ലാ വീഡിയോസിലും കാണാറുണ്ട്. എല്ലാ വീഡിയോസും ഈ ഒരു നല്ലി മദ്ഹൂത്തിനെ കുറിച്ചുള്ള എല്ലാവരും എടുത്ത വീഡിയോസ് കാണുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ അത് നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വന്ന് കയറിയപ്പോൾ നമുക്ക് ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. ആ ഡ്രിങ്കിന് ആദ്യം ഇത് കുടിക്കട്ടെ, ക്ഷീണമായി, പുറത്ത് നല്ല ചൂടാണ്. ഇവിടെ കയറി വന്നു, നമ്മൾ ജ്യൂസ് കഴിച്ചു. ജ്യൂസ് കഴിഞ്ഞപ്പോൾ അവർ ആസ് എ സ്റ്റാർട്ടേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് സൂപ്പ് വന്നിട്ടുണ്ട്. പിന്നെ സലാഡ് വന്നു. പിന്നെ ആസ് യൂഷ്വൽ എരിവ് ആവശ്യമുള്ളവർക്ക് ചില്ലി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവർക്ക് സീറ്റിംഗ് സ്പേസിൻ്റെ കേസ് ഇവിടെ മുഴുവൻ സീറ്റിംഗ് സ്പേസ് ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് 9-10ഓളം മജ്ലിസ് വരുന്നുണ്ട്. ഈ കാണുന്നത് മുഴുവൻ മജ്ലിസുകളാണ്. ഓക്കെ, 2 സൈഡിലുമായിട്ട് നേരെ മജ്ലിസുകൾ വന്ന് ഇത് വലിയ, ഞാൻ പറഞ്ഞ ചെറിയ മജ്ലിസ് അല്ല കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്പേസ്. ഇതേപോലെ 10 മജ്ലിസ് തന്നെ ഉണ്ട് ഇവിടെ. പിന്നെ ഇരിക്കാനുള്ള സീറ്റിംഗ് സ്പേസ് ആയിട്ടും ഞാൻ പറഞ്ഞു വരാം. ഇതിനേക്കാളും വലുത് അപ്പുറത്തുണ്ട്. ഇതിൽ 15 ആൾക്ക് ഇരിക്കാം, കണ്ടോ? അപ്പോൾ നല്ല സ്പേസാണ്. ഇതിൽ 15 ആൾക്കാർക്കോളം ഇരുന്ന പരിപാടികൾ ഇവർ നടത്താറുള്ളതാണ്. എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു മീറ്റ് ലവറാണോ നിങ്ങൾ, ഫുഡി ആണോ നിങ്ങൾ, ഇതേപോലെ വെറൈറ്റി മന്തി, മദ്ഹൂത്ത് അങ്ങനത്തെ ഐറ്റംസൊക്കെ ട്രൈ ചെയ്യണോ? മസ്റ്റാണ്, മസ്റ്റ്. റിവ്യൂ വൈസ് ഭയങ്കര ഹൈപ്പിലാണ് നിൽക്കുന്നത്. ഇനി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഹൈപ്പും എങ്ങനെയുണ്ടെന്ന് നമ്മൾ പറയും, അല്ലേ? പറയും. അതെ, നമ്മുടെ മെയിൻ ഷോപ്പിൻ്റെ മാനേജർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൾ തന്നെയാണ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. ഇത് എങ്ങനെ ഇത് ഫേമസ് ആക്കി, നിങ്ങളല്ലേ ഇത് ഫേമസ് ആക്കിയിട്ടുള്ളത്? ഇവിടെ നിങ്ങളാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. UAE നിങ്ങളാണ് നല്ലി കുക്കറെല്ലാം നമ്മളാണ് ഫസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതെ അല്ലേ? ഓക്കെ. മുന്നേ ഇത് നമ്മൾ ഒരു കൊല്ലം മുമ്പ് നമ്മൾ കുക്കറിൽ തുടങ്ങിയിട്ടുണ്ട്, മട്ടന്, ചിക്കനൊക്കെ. ഇപ്പോഴാണ് ബീഫ് നെല്ലി ചെയ്തത്. ഒന്ന് മാറ്റം വരുത്താൻ വേണ്ടി. അത് ശരിക്കും മാറ്റായി. ഇപ്പം എല്ലായിടത്തും ഏകദേശം ഫേമസ് ആക്കി, ഒരുവിധം ഫേമസ് എത്തിയിട്ടുണ്ട്. ഞങ്ങളും അത് ഇതേപോലെ ഇതിന്റെ വീഡിയോ കണ്ടിട്ട് ഇത് നല്ല റിവ്യൂ കാണാനുള്ളത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് വന്ന് കഴിച്ചാൽ ഫുഡ് നന്നായ എല്ലാവരും അകലെന്നായാലും വരും. അതാണ് ഇതിന്റെ മെയിൻ കാര്യം. ഫുഡും സർവീസും എല്ലാം നന്നായാൽ സ്നേഹത്തോടെ പെരുമാറും. അതിപ്പോ കാണാണ്ട്. അതാണ് ഫുഡിന്റെ വിജയം. സാധനം എത്തി. ഞാൻ ഇപ്പോൾ കാണിച്ചാല് നോക്കിക്കോ. ആ സാധനം മോനെ ഓഹോ അടിപൊളി. സോ അവർ നമ്മുടെ കുക്കർ തുറക്കുമ്പോൾ നമുക്കൊരു പേടി.
ഓ ഇതാ തുറന്നു. ഓ മാൻ സീ സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതാ മക്കളെ സാധനം എന്തേ കുടഞ്ഞു. എൻ്റെ അമ്മ ചൂട് ചൂടായിരിക്കുക ഇതേ ഷാമ്പെയിനും തേടിക്കുന്നുണ്ട്. സൗദി ഷാമ്പെയിൻ, ഇതാണ് നമ്മുടെ സൗദി ഷാമ്പെയിൻ. നമുക്കറിയാം ആപ്പിൾ ജ്യൂസ്, 7up അങ്ങനെ കാര്യങ്ങളെല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു സൂപ്പർ സാധനം. സോ നമ്മുടെ ഫുഡ് ഇവിടെ എത്തി. ഇനി അവർ കൊണ്ടുവന്ന് കുക്കറിലിട്ടതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ. ഇനി അത് നമ്മൾ മെല്ലെ മെല്ലെ വിളമ്പി അവരവർ സെറ്റായിട്ട് കഴിക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഇതിന് വിളമ്പൽ തുടങ്ങുന്നു. ഇത് കഴിഞ്ഞു. ഞാനെടുത്തു റൈസ് എടുക്കുന്നു. ഞാനത് മജ്ജ ഉള്ളത് എടുക്കട്ടെ. ഇതിനല്ല നമ്മൾ വന്നത്. ഇവിടെ ഇട്ടു. കുറച്ച് റൈസ് എടുക്കുന്നു. ഓ ഇതെടുത്തു റൈസ്. ഇതിവിടെ സെറ്റായി. ഇനി ഞാൻ ഇതിനെക്കുറിച്ച് വിവരിച്ച് തരാം. അപ്പോൾ അവരോട് വിളമ്പുന്നു. ഇതേ റൈസ് നല്ല ചൂടാട്ടാണ്. കാരണം കുക്കറിൽ അങ്ങനെ കൊണ്ടുവന്നിട്ടാണ് കൊട്ടിയത്. സ്റ്റീം വരെ പോകുന്നത് നിങ്ങൾ കണ്ടതാണ്. നല്ല മജ്ജ പോർഷൻ. മജ്ജ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന എല്ലിൻ്റെ ഉള്ളിൽ വരുന്ന സിനാപ്തി അത്ര തന്നെ. ഇതേ ഇനിയിപ്പോൾ ഇതെടുത്ത് നമുക്ക് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കുടഞ്ഞു ഓൾറെഡി. ഓ ഇതാ വന്നു നോക്കി. സാധനം ഇതിൽ സമൃദ്ധി ഉണ്ടാവും. ഇത് കാലിയായി നല്ല നീക്കി വയ്ക്കാം. ഇനി നമുക്കിത് കഴിച്ച് തുടങ്ങാം. അത് നമുക്ക് പ്ലെയിനായിട്ട് കഴിക്കാം. ഞാൻ സലാഡോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല, സത്ത എടുത്തിട്ടില്ല. ജസ്റ്റ് ആ റൈസ് എടുക്കുന്നു. കുറച്ച് മജ്ജ എടുത്തു. ഇതേ നല്ല ചൂടുണ്ട്. നല്ല ചൂടാണ്. കാരണം ആ കുക്കറിൽ പ്രഷറോട് കൂടെ കൊണ്ടുവന്നതിൻ്റെ ആ ഒരു നല്ല ചൂടുണ്ട്. ഇങ്ങനെ എടുത്തു. ഇനി ചൂടേ എടുക്കുക. മോനെ ഇത് ഞാൻ സലാഡോ സത്യം ഒന്നും ഒഴിച്ചില്ല. നല്ല ഒരു മീറ്റിൻ്റെ ഫ്ലേവർ ഫുള്ള് റൈസിൽ നിൽക്കുന്നുണ്ട്. അത് ഇതിലിട്ട് പുഴുങ്ങിയെടുത്ത മീറ്റാണ്. അപ്പോൾ ആ അതിൻ്റെ ബീഫിൻ്റെ എല്ലാ ടേസ്റ്റും കറക്റ്റ് ആ റൈസിലും ആ ഒരു സൂപ്പിൽ കിടന്ന് കുക്കായി വന്നതിൻ്റെ ബീഫിൻ്റെ റിയൽ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഒപ്പം ആ മജ്ജ കൂടി വരുമ്പോൾ ഉണ്ടല്ലോ നോക്ക്. എടുത്തു ഇങ്ങനെ ഒരു ചെറിയ റോളാക്കി. റൈസ് ഒന്നും പൊട്ടിയിട്ടില്ല. അതാണ് ആ വേവിൻ്റെ ഒരു മെയിൻ ഗുണം. മെയിൻ വേറെ സാധനം പറഞ്ഞത് സൗദി ഷാമ്പെയിൻ. അത് തേന ഇവിടെ മസ്റ്റ് ട്രൈ. ഓ സൗദി ഷാമ്പെയിൻ നമുക്കറിയാലോ. ആപ്പിൾ മുറിച്ചിട്ട് പിന്നെ ഒരു ചെറിയ സ്പെഷ്യൽ കൂട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ആയിട്ടൊരു സൂപ്പർ ഡൂപ്പർ സാധനം. മുളക് വേണം, പച്ചമുളക്. നമുക്ക് മലയാളികൾക്ക് എപ്പോഴും മന്തി ആയാലും മധുഫൂത്ത് കഴിക്കായാലും എന്ത് കഴിക്കാൻ വെച്ചാലും നമുക്ക് ഈ പറഞ്ഞ പോലെ പച്ചമുളക് ഉണ്ടെന്ന് വെച്ചാൽ ഒരു പിടുത്തം പിടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഓൾറെഡി പുലാവ് കഴിച്ചിട്ടുണ്ട്, നല്ലി പുലാവ്. ഇത് ആ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. നല്ലി പുലാവ് ഒരു പ്ലെയിനാണ്. അതിൽ നല്ല മസാല വരുന്നുണ്ട്. അതായത് ബീഫാണല്ലോ. അപ്പോൾ ആ മസാല പിന്നെ നമ്മുടെ മലയാളികളുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്നൈസിന് റിയാസ് ഓടിയിരിക്കുന്നുണ്ട്. സാറേ എങ്ങനെയുണ്ട് റിവ്യൂ? ബെസ്റ്റ്, കൊള്ളാം. ഇത് തന്നെയാണ്. ഇതിലാ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ കൂടി വരുമ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു നമ്മൾ നല്ല മജ്ജ എടുത്തു. മജ്ജ എടുത്തിട്ട് ഇതിലിട്ടു. നമ്മളിത് ഇങ്ങനെ രണ്ട് കുഴ പൂ പോലെ ഇരിക്കുക, പൂ പോലെ. അതെ ഇത് ആ വേവാണ് ഇതിൻ്റെ കറക്റ്റ്. ആ കുക്കറിലിട്ടിട്ട് ഇത്ര വിസിലടുപ്പിച്ച് സെറ്റാക്കിയിട്ട് ഇനി ഞാനത് കഴിക്കാം. ഇനി ഞാൻ വീഡിയോ ഒത്തിരി നീട്ടുന്നില്ല. ഇത് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഞാൻ പറയാം. ഇതും ഒപ്പം സൗദി ഷാമ്പെയിൻ. ഓക്കെ. മീറ്റ് എടുത്തു, മജ്ജ വെച്ചു. വേറെ ഒന്നും ഒഴിക്കണ്ട. സലാഡൊന്നും ഒഴിച്ചിട്ട് വൃത്തികേടാക്കണ്ട. അങ്ങോട്ട് പൂച്ചിക്കോ. അപ്പോൾ ഇവിടെ നല്ല ലുക്കിമത്ത് എത്തി. ഇനി 2 ലുക്കിമത്തും കൂടി അടിച്ചിട്ട് ഒറ്റുന്നു സൂപ്പറാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വയറ് നിറച്ച് കുക്കർ മദ്ഹൂത്ത് കഴിച്ചു. നല്ലി മദ്ഹൂത്ത് കഴിച്ച് വയറ് നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. ഇനി ഞാൻ വീഡിയോ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും വിചാരിക്കുന്നു. സോ ദെൻ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.